സാറ് ശ്രദ്ധിച്ചാൽ മതി, ഒരു അമ്പലത്തിലോട്ട് പോകുന്ന ആൾക്കാർ അമ്പലത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക, അപ്പോഴേ ഇറങ്ങുക, തിരിച്ചു പോവുക. ഒന്ന് പേരിന് അവിടെ ചെന്നു എന്നുള്ള ഇതാണ് പറ്റുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭക്തിയെ പറ്റി എന്താ പറയുന്നത് സാർ? വിഷ്ണു പറഞ്ഞത് രസകരമായൊരു കാര്യമാണ്. അതെ, നമുക്ക് ഒന്നിനും സമയമില്ല സാർ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് വിചാരിക്കരുത്. സിമ്പിളായിട്ട് ഞാൻ ഒരു തെറ്റ് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യൻ അങ്ങനെ ആയിരിക്കും പറയുന്നത്. തീർച്ചയായും അതിനൊരു സംശയമില്ല. അത് വിഷ്ണു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായൊരു കാര്യമാണ്. കാര്യം ഇന്ന് നമുക്കറിയാം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനും സമയം തികയുന്നില്ല. അതെ, ഇനി ഈ ഭക്തി എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പറയും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ, ഏതോ കാലഘട്ടം, ഇതൊക്കെ ഇപ്പോൾ ആർക്കാണ് വേണ്ടത് എന്ന് 99 അല്ല 100% ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ആചാര്യൻ എന്നുള്ളതൊക്കെ വിട്ടേക്കുക, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇന്ന് സ്കൂളിലൊക്കെ വരുന്ന സമയത്തെ നമ്മൾ ദിവസേന കാണുന്ന ഒരു ചെറിയ പ്രശ്നത്തെ പോലും, ക്ലാസ് മുറിയിൽ കൂട്ടുകാർ തമ്മിലുള്ള ഒരു കുഞ്ഞു വിഷയത്തെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ കഴിയാത്ത അത്രത്തോളം മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോയൊരു ജനറേഷനാണ് എൻ്റെ മുമ്പിലുള്ളത്. അവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ജീവിതത്തിൽ എന്തിനും ഇൻറ്റൻസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഉയർത്തും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ജിമ്മുകൾ ധാരാളമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ ജംഗ്ഷനുകളിലൊക്കെ 5, 8 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം, ബോഡി ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനിടയ്ക്ക് ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കും. കാര്യം എന്താ, അവൻ്റെ ശ്രദ്ധ മുഴുവൻ കണ്ടിന്യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാളാണ്. കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ എല്ലാവരുടെയും മസിൽ വരിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് അവൻ വിചാരിക്കുന്ന രീതിയിൽ അവൻ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നില്ലേ, ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനോടുള്ള ആഗ്രഹം കൊണ്ട്, ബോഡി കാണണം എന്നുള്ളത്. അവൻ്റെ ചിന്ത മുഴുവൻ ആ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാകും. അല്ലേ? അതെ. അപ്പം നമ്മൾ അതൊരു വലിയ സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. നമ്മൾ എന്തിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ആ ശ്രദ്ധയും നമ്മുടെ സമർപ്പണത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. അതൊരു വലിയ സത്യമാണ്. അത് പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ ഭക്തിയിലും പറയാൻ. എന്താ, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത. ബാക്കിയൊക്കെ വിട്ടേക്കുക. അവനവൻ ആരാണെന്നുള്ള, അമ്പലത്തിൽ വരിക, തൊഴുക, അതൊക്കെ മാറ്റി നിർത്തുക. ചിലപ്പോൾ ഗുരുവായൂരിൽ പോകുമ്പോൾ കണ്ടില്ലേ, ശരിയായ ഭക്തൻ ചിലപ്പോൾ അകത്തോട്ട് കയറണമെന്ന് പോലുമില്ല. അവൻ ദൂരെ ചിലപ്പോൾ ഒരു ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അകത്തി എനർജി എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനത്തെ വിളിച്ച പേരാണ് ശരിക്ക് ഏതാ, ഭക്തി. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത. ഇതാണ് അവൻ്റെ സ്വരൂപം എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഏതാ, ഭക്തി. അതിന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അജി നേരത്തെ പറഞ്ഞതുപോലെ അതെന്തും ആയിക്കോട്ടെ, അതിനുള്ള ഏറ്റവും നല്ല മാർഗം, ഈ ഒരു എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് 9 സ്റ്റെപ്പുകൾ വേണം ഞാനെന്ന് പറയാം. എന്താ ജി? അതിൽ ആദ്യത്തെയാണ് ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക, അല്ലേ? നമുക്ക് പറ്റാത്തൊരു കാര്യം അതാണ്, ഒരാളെ കേൾക്കുക, അല്ലേ? കാര്യം പറയുന്നത് കേൾക്കുക, ഒരാളെ ശ്രമിക്കുക. ഭാര്യ പറയുന്നത് കേൾക്കാൻ ഭർത്താവ് തയ്യാറല്ല, ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഭാര്യ തയ്യാറല്ല. ഇപ്പം ക്ലാസ് മുറിയിലൊക്കെ തന്നെ നമുക്കറിയാം, അല്ലേ, 4 to 10 അല്ലെങ്കിൽ 9 to 4:45 എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ, അവർ വല്ലാത്ത, അവർക്കത് ടോളറേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം പറയുകയാണ്, ഈ എനർജി എന്താണോ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, അതാ നേരത്തെ പറഞ്ഞ ആ ഭക്തിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 1ാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത് ഏതാ, ശ്രവണം. അജി പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്, വിഷ്ണു പറയുന്നത് കേൾക്കാൻ. നല്ലത് എന്തുമല്ല, എനിക്ക്, അല്ലേ, എന്നിലെ എനർജിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുക, ഈ ജെൻസിയോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഒരിക്കലും അവരെന്ത് ചെയ്യത്തില്ല, ഒരു തരത്തിലും തളർന്നു പോയില്ല. എന്താ പറയുക, ഒന്ന് ശ്രവണം. ഇനി 2ാമത് നമ്മുടെ പുരാണത്തിൽ പറയും കീർത്തനം, അല്ലേ? കീർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാമം ജപിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കേട്ട ഒരു കാര്യം. ഇപ്പം തന്നെ വളരെ വളരെ സയൻറ്റിഫിക് ആയിട്ട് അജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? അപ്പം അജിക്ക് ഒരു 80 സംഖ്യ അല്ലെ 90 സംഖ്യ വളരെ നിഷ്പ്രയാസം പറയാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രവണമല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു ഒബ്സർവേഷനാണ് ശരിക്ക് ഇത് പറയാൻ ആരെ പ്രേരിപ്പിച്ചത്, അജിയെ പ്രേരിപ്പിച്ചത്. ഇതുപോലെ
ശരിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം, അത്രത്തോളം മെമ്മറിയുടെ ലെവലിലേക്ക് അവന് ഉയരാൻ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ഈ ഭക്തിയുടെ രണ്ടാമത്തെ പടിയായിട്ട് പറഞ്ഞ കീർത്തനം. ശ്രവണമായി, കീർത്തനായി, ബാക്കി കേട്ടേക്കുക. ഇനി അടുത്ത് പറഞ്ഞ സ്മരണം. സ്മരണം ശരിക്ക് പ്രഹ്ലാദൻ പണ്ട് പറഞ്ഞ വിഷ്ണു സ്മരണം എന്നാണ് പറഞ്ഞത്, അതായത് ഈശ്വരനെ സ്മരിക്കുക. അതാ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, എൻ്റെ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നതാണ് ലക്ഷ്യമെങ്കിൽ എൻ്റെ സ്മരണം മുഴുവൻ, അല്ലേ, ചിന്ത മുഴുവൻ ഇതിനെക്കുറിച്ചായിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും. അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏതാ, ഈ പറഞ്ഞിരിക്കുന്ന ആ ഉന്നതിയിലേക്ക് ഉയരാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേരാണ് പറഞ്ഞ സ്മരണം. പാദസേവനം വരുന്നുണ്ട്. എന്തിനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ആ ഈശ്വരനെ കാണാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ മാനവസേവ മാധവസേവയായിട്ട് മാറുന്നത്. ആ മാനവസേവ മാധവസേവയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറഞ്ഞിരിക്കുന്ന സുഖം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ആ മനസ്സിൻ്റെ അതിവിശാലമായിരിക്കുന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ പാദസേവനം, ആ അർച്ചനം, അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ട് അമ്പലത്തിൽ ആരാധിക്കുന്നതിലുപരി നമ്മുടെ മനസ്സുകൊണ്ടൊരു അർച്ചനമുണ്ട്, ഏതിനുണ്ട്, അല്ലേ. ഇപ്പം ഈ പരിപാടിയെ വളരെ മനോഹരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മനസ്സുകൂടി അവിടെ അർച്ചിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും സനാതനത്തിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ആവുള്ളൂ, അല്ലേ. അപ്പം അമ്പലത്തിൽ അർച്ചിക്കുന്നതിലുപരിയായിട്ട്, അല്ലേ, ഈ ക്ഷേത്രം, നമ്മുടെ സനാതനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്താണ്, ഈ മനസ്സുകൊണ്ടുള്ളൊരു വലിയ അർച്ചന. സാർ, അടുത്തത് വരുന്നത് വന്ദനമല്ലേ. ഈശ്വര ചൈതന്യത്തിൽ പൂർണ്ണമായും വിനയത്തോടെയും സമർപ്പണത്തോടെയും കൂടി സ്മരിക്കുക എന്നത് സ്വന്തം അഹങ്കാരത്തെയും ഈഗോയെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ സർവ്വവ്യാപിയായ പരമാത്മാവിന്റെ മുന്നിൽ തലകുനിക്കുക എന്ന പ്രക്രിയ. ഇതല്ലേ ഭക്തിയിൽ നിന്നും ഈശ്വര ഭക്തിയെ വളർത്തുന്നത്. ഇനി മറ്റൊന്ന് ദാസ്യം. ദാസ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു, അല്ലേ, അടിമയായി മാറുന്നില്ല. അതല്ല, ശരിക്ക് ഇപ്പം രാമായണ മാസമാണ്. നമ്മൾ വന്നപ്പം മനോഹരമായ രാമായണ പാരായണമൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ കയറി വന്നത്. നമുക്കറിയാം രാമായണത്തിലെ ഏറ്റവും വലിയ ദാസനാരാ, ഹനുമാൻ, അല്ലേ. അവിടെ പറയാറുണ്ട്, മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശരിക്കും പറഞ്ഞാൽ ഹനുമാനെ പോലെ ഒരു എന്താ പറഞ്ഞ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വേറെ ഉണ്ടോ? ഹനുമാൻ തന്നെ പറയുന്നേക്കാം, അല്ലേ, അവനവനിൽ അവനവനെ കണ്ടെത്താൻ സാധിക്കണം, അല്ലേ. അതല്ലേ 100 യോജനയുള്ള സമുദ്രം ചാടിക്കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വളരെ 50 പറഞ്ഞ് 60 പറഞ്ഞ് 70 പറഞ്ഞ് 90 വരെ ചാടാന്ന് പറഞ്ഞു. പക്ഷെ 100 യോജനയുണ്ട്. അപ്പോൾ അത് ചാടാൻ ഈ ഹനുമാനെ സാധിക്കത്തുള്ളൂ എന്ന് ഹനുമാനെ ബോധിപ്പിക്കുക. അങ്ങനെ ഹനുമാന്റെ ഗുണഗണങ്ങളെ കീർത്തികരിച്ചു, കീർത്തിക്കുക. ഇതുപോലെ വീട്ടിലൊരമ്മ, ഒരു ടീച്ചർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ അജിയുടെ കഴിവുകളെ അംഗീകരിക്കാൻ തയ്യാറായാലേ ഞാനും വളരൂ, അജിയും വളരത്തുള്ളൂ. അതുകൊണ്ട് അത് വലിയൊരു കഴിവാണ്. നമ്മുടെ ഭക്തിയുടെ 9 പടികൾ നമുക്ക് പറഞ്ഞു തരുമ്പം അതിലേറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ദാസനാകുക എന്ന് വെച്ചാൽ ആരുടെയും അടിമപ്പണി ചെയ്യാന്നുള്ള അർത്ഥം. പിന്നോ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റുള്ള ഒരാളെ അംഗീകരിക്കാൻ കഴിയുമ്പോൾ അവനവൻ തന്നെ ഉയരുന്നത്. ഇതൊരു വലിയ സൈക്കോളജിക്കൽ തിയറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രശ്നം ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ. നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അതിനെ ചവിട്ടിത്താഴ്ത്ത്. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ആ നന്മയെ കാണുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും എന്താ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ തെറ്റുകൾ എനിക്കറിയാവുന്നത് എന്താ, ആ നെഗറ്റീവിലേക്കായിരിക്കും കൂടുതൽ. അത് ഈ കലിയുഗത്തിന്റെ ആണോ സാർ, എങ്ങനെ പറയുകയാണെങ്കിൽ? അത് ഈ യുഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, അത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ കൈവരിച്ചോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം കാട്ടിത്തന്നതിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്, അല്ലേ. ഒരു ലക്ഷ്യമില്ലാതുള്ള ഓട്ടം പോലെയാണ്, ഒരു ലക്ഷ്യമില്ലാതെ വല്ലാതെ ഓടുക. അതുകൊണ്ടൊരു കെട്ടകാലം, അല്ലേ, സത്യമാണ്. ഒരു കെട്ടകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒരുപാട് വെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോഴും, നമ്മൾ ഔന്നത്യത്തിൻ്റെ കൊടുമുടിയിലാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ദിവസേന നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ മറ്റൊരു ഏറ്റവും നല്ല ക്വാളിറ്റി 9 പടികളിൽ നവവിധ ഭക്തിയിലെ മറ്റൊരു ക്വാളിറ്റിയാണ് പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന ദാസ്യം. പിന്നെ അടുത്ത സഖ്യം. എന്ത് രസമല്ലേ. ഏറ്റവും നല്ല കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ
പുരാണേതിഹാസങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അല്ലേ, അതെ. അർജുനൻ്റെ സാരഥിയായിരിക്കുന്ന ഭഗവാൻ അല്ലേ. ആലോചിച്ച് നോക്കുക, ജീവിതത്തെ ആ ലക്ഷ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രണ്ട് ഉത്തമ കൂട്ടുകാർ അല്ലേ. ഇനി പറയാം സുധാമാവ്, കുചേലൻ എന്നൊക്കെ നമ്മൾ വിളിക്കും, കുചേലനും കൃഷ്ണനും അല്ലേ. അപ്പോൾ അത് പറഞ്ഞേ, ഈ ഈശ്വരനെ അകത്തിരിക്കുന്ന മഹാദേവി എൻ്റെ കൂട്ടുകാരനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുക്കുകയുള്ളൂ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അകലില്ല. പക്ഷേ ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത്, എന്തിനാ അമ്പലത്തിൽ പോകുന്നത് എന്ന് പറയുമ്പം ഈ അമ്പലങ്ങൾ നമ്മളോട് പറയുകയാണ്, അകത്തിരിക്കുന്ന ഞാനും നീയും കൂട്ടുകാരാണല്ലേ. ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരിയോട് പറയാൻ സാധിക്കുന്ന എല്ലാം നമുക്ക് ആരോട് പറയാൻ പറ്റണം, ഈശ്വരനോടും പറയുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനാ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെയായി പറഞ്ഞ അർജുനനും കൃഷ്ണനും, സുധാമാവും ശ്രീകൃഷ്ണനും, ഉദ്ധവരും ശ്രീകൃഷ്ണനും, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരിക്കലും നമ്മൾ തളർന്നു പോകാത്ത തരത്തിലുള്ള സഖാക്കളാണ്, നല്ല കൂട്ടുകാരാണ്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് പറയണമെന്നുണ്ടെങ്കിലേ, പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2005 മുന്നേ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ സമയത്തും കൂടെ വിളിക്കാനും ഇല്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് കൂട്ടുകാരില്ലാതെ വരുന്നുണ്ടോ എന്ന് ഉണ്ട്, പക്ഷെ ഒരു സമയത്തുണ്ട്, അത് കഴിയുമ്പോൾ പിന്നെ കാണുന്നില്ല എന്നുള്ള രീതി. പണ്ട് അങ്ങനല്ല, ഒരു വേറെ ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പം, വിഷ്ണുവിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പറയും എപ്പോഴും കൂടെ കാണുമല്ലേ ആ പയ്യൻ, എന്തി അവനിപ്പം കാണുന്നില്ലല്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. ആരെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? സത്യമാണ്, ഇന്ന് നല്ല കൂട്ടുകാരില്ല, അതെ, കിട്ടുന്നില്ല. എല്ലാവരും അവരവരെ ഓട്ടത്തിലല്ലേ. ഇന്ന് എന്താ പറയുക, ലഹരിയുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് കൂട്ടുകാരുണ്ടാവും അല്ലേ. മറ്റ് പലതിനും നമുക്ക് കൂട്ടുകാരുണ്ട്, പക്ഷെ അതൊക്കെ ആ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒറ്റയിട്ട് പോകുന്ന കൂട്ടുകാരുടെ ജീവിതം. എനിക്ക് തോന്നുന്നു വിഷ്ണു, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പകർന്നു കൊടുക്കുന്നതിൽ വന്ന പാകപ്പിഴയാണ് അല്ലേ. അതെ, പണ്ട് നമുക്ക് സംസ്കാരം പകർന്നു കിട്ടുമായിരുന്നു. വിഷ്ണു നേരത്തെ പറഞ്ഞ മുത്തശ്ശിയാ പ്രേരിപ്പിച്ചിരുന്നു. അതെ, ഒരു സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കെ, നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊടുത്തു വരുന്നു അല്ലേ. അതെ, വിശ്വാസമൊക്കെ മാറ്റി നിർത്തിക്കുക. നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ 6 മണിയാകുമ്പം നമുക്ക് പൂജാമുറി ഇല്ല. ഇപ്പം എൻ്റെ വീടെടുത്താലും അറിയാം, അന്ന് പൂജാമുറിയൊന്നുമില്ല. വീട്ടിൽ ഒരു തളത്തിലൊരു നിലവിളക്ക് കൊളുത്തി വെക്കും. നിലവിളക്ക് കൊളുത്തി വെച്ചാൽ മുത്തശ്ശി അമ്മയൊക്കെ ഉറച്ച് പറയും, ഇനി ഒരു 8 മണി വരെ ഇന്ന് ചോറ് വിളമ്പത്തില്ല, കുളിച്ചു വന്നിരിക്കണം. അപ്പോൾ അന്ന് മുത്തശ്ശി നമ്മളെ പ്രേരിപ്പിച്ചത് കൊണ്ട് അല്ലേ, 8 മണിക്ക് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളക്കിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമായിരുന്നു. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും ഒന്നുകൂടെ കണക്ട് ചെയ്യുക, ശ്രവണം എന്ന ആദ്യത്തെ പടിയിലേക്ക് പോവാം. അന്ന് മുത്തശ്ശി പാടിയതായിട്ടുള്ള രാമകഥകളല്ലയോ, ആ രാമായണമല്ലേ ഇന്ന് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ പകർന്നു കൊടുക്കാൻ പറ്റിയൊരു തലമുറ കഴിഞ്ഞതിലുണ്ടായിരുന്നു, ഒരു സംശയമില്ല. എത്ര എന്താ പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്നാലും നമുക്ക് എന്താ പറഞ്ഞ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യം അതാണ്, അന്ന് നമുക്ക് പകർന്നു തരാൻ ആളുണ്ടായിരുന്നു. ആ പകർന്നു തന്നൊക്കെ നമ്മൾ സ്വീകരിച്ചു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു നല്ല സദ്യ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇല വെട്ടണം. വെട്ടിയാൽ ഇല എന്ത് ചെയ്യണം, ഇടണം. ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിക്കാൻ ആളുകളെ വിളിച്ചിരുത്തണം. ഇരുത്തിക്കഴിഞ്ഞാൽ ആ ഇലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വിഭവങ്ങൾ ഓരോന്നായിട്ട് വിളമ്പണം. വിളമ്പിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഉണ്ണും. ഉണ്ട് കഴിഞ്ഞാൽ ഇതിന് രുചിയുണ്ട്, അവർ വീണ്ടും ഉണ്ണും. സത്യമല്ലേ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള വിഭവങ്ങൾ പാകം ചെയ്യാൻ പറ്റിയവർ ഇല്ല. ഇനി അങ്ങനെ പാകം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇല വെട്ടാനും വിളമ്പാനും തയ്യാറായവർ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതാണ് അല്ലേ അജി. ഇന്നത്തെ ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ കാരണം അതാണ്. അതിൻ്റെ ഒരു നിമിത്തമാണ് വാസ്തവത്തിൽ നമ്മുടെ സനാതനം അത്തരത്തിലൊരു വിളമ്പലിനുള്ള ഒരു മാർഗമായിട്ട് മാറട്ടെ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന ഈ ബോണ്ട് ഉണ്ടാവും. ആരാ, അകത്തിരിക്കുന്ന അമ്മയും ഞാനും നമ്മൾ. അതാ പറഞ്ഞ സഖ്യം. ഇനി അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആത്മനിവേദനം. എനിക്ക് ജെൻസിയോട് പറയാനുള്ളതും അതാണ്. ആത്മനിവേദനം എന്ന് പറയുമ്പോൾ താനും ഭഗവാനും ഒന്നായിത്തീരുന്ന അനുഭൂതി. എന്നുവെച്ചാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഈ വിമർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നവരൊക്കെ തന്നെ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു. എത്തിയസ്റ്റുകളുണ്ട്, ഈശ്വരൻ ഇല്ല എന്ന് വിളിച്ചു പറയുന്നു. പക്ഷേ ഇല്ല 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 എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഉണ്ട് 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 എന്നുള്ളത് ഇത് വാസ്തവത്തിൽ ഉറപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇതാണ് ഈ പുരാണത്തിൽ പ്രഹ്ലാദൻ 9ാമത്തെ പടിയിൽ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. എന്തെന്നറിയോ, ഈ 8 കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉറപ്പിക്കുകയാണ് ഞാനും ഈശ്വരനും ഒന്നാണ്. ഇതാ മണ്ഡലകാലത്ത് മാലയൊക്കെ ഇട്ട് ആ പമ്പയിൽ കുളിച്ച്
അവിടെ ഈ കല്ലും മുള്ളുമൊക്കെ ചവിട്ടി കരിമലയും നീലിമലയൊക്കെ ചവിട്ടി 18 പടികൾ കടന്നിട്ട് ആ കൊടിമരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് തത് ത്വം അസി. നീ തേടുന്ന ഈശ്വരൻ നിന്നിൽ നിന്ന് അന്യമല്ല, അത് നീ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന സൈക്കോളജിയേക്കാൾ ഏറ്റവും വലിയ സൈക്കോളജി വേറെ എന്താ ഉള്ളത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു പറഞ്ഞത്, ഈ സനാതന അല്ലേ, ഈ നിത്യനൂതനമായിരിക്കുന്ന ഈ സംസ്കാരത്തോട് നിങ്ങളൊന്ന് അടുത്തു വരാൻ പറഞ്ഞത്. അതിനാണ് വാസ്തവത്തിൽ പറഞ്ഞെന്താ, ഈ ക്ഷേത്രങ്ങളോട് അടുക്കുമെന്ന് പറഞ്ഞത്. അതിനാണ് നേരത്തെ അജി പറഞ്ഞതുപോലെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു ബ്രഹ്മാണ്ടം, പിണ്ടാണ്ടം, പിണ്ടാണ്ടത്തിൻ്റെ പ്രതീകമായ ക്ഷേത്രം, ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരി ആര് തന്നെ? എൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നതായ പോസിറ്റീവ്നെസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിന് എന്ത് തന്നെ വേണം? ക്ഷേത്രായനം തന്നെ വേണം.